ഹലോ മക്കളെ, എന്തെല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെ സ്വന്തം ഷബിൽ സാറ് ആർക്കിനിക്സിൽ നിന്നും വന്നിരിക്കുന്നത് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? യെസ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപരിചയമുണ്ടോ? യെസ്, ദ സ്കൂൾ IT ക്ലബ് ഈസ് ലോഞ്ചിങ്. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. പ്രൊമോഷണൽ ടാഗ് ലൈൻ. എന്താണ് മക്കളെ പ്രൊമോഷണൽ ടാഗ് ലൈൻ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി ഇറക്കുന്ന കുറച്ച് ബ്രാൻഡഡ് ടാഗ് ലൈൻസ് ആണ്. ടാഗ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈന് പോലെ അല്ലെങ്കിൽ ഒരു കാച്ചി ആയിട്ടുള്ള ഫ്രേസ് പോലെയൊക്കെ എന്താണ് ഓരോ ബ്രാൻഡിന് ഓരോ ടാഗ് ലൈൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇത് ഡോണ്ട് വെറി ടാഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? പേടിക്കേണ്ട, നമ്മൾ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിൾ അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഫേമസ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടാഗ് ലൈൻസിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത്? അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ്. അപ്പൊ ടാഗ് ലൈനും ജിംഗിളും തമ്മിൽ വ്യത്യാസം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടിന്റെ എക്സാമ്പിൾ വിത്ത് ഫേമസ് എക്സാമ്പിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, ഇവിടെ എന്താണ്? സ്മാർട്ട് വേസ്റ്റ് കളക്ടർ ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് മാക്സിമം സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് AI പവേർഡ് ആണ്, റോബോട്ടിക്സ് എനേബിൾഡ് ആണ്. അപ്പോൾ അതിന്റെ പ്രൊമോഷണൽ ടാഗ് ലൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രൊമോഷണൽ ടാഗ് ലൈൻ എന്താണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പ്രൊമോഷണൽ ടാഗ് ലൈൻ ഇസ് ഷോർട്ട്, ഭയങ്കര ഷോർട്ട് ആയിരിക്കും. കാച്ചി സെന്റൻസ്, പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടും. യൂസർ ടു പ്രൊമോട്ട് എ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞില്ല, അതിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രൊമോഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. കമ്പനി ഓർ ഐഡിയ ആൻഡ് ഓൾസോ യൂസർ ടു മേക്ക് പീപ്പിൾ റിമെമ്പർ ആൻഡ് ലൈക്ക് എ പ്രൊഡക്റ്റ് ഓർ ഐഡിയ. അപ്പോൾ ഈ പ്രൊമോഷണൽ ടാഗ് ലൈൻ ഓർത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അതായത് വിശക്കുമ്പോൾ നിങ്ങളല്ലാതാവുന്നു. ഓക്കെ, ഓർമ്മ വരുന്നുണ്ടോ? യെസ്, സ്നിക്കേഴ്സിന്റെ ആണ് അല്ലെ. അപ്പൊ ആ ടാഗ് ലൈന് കേൾക്കുമ്പോൾ സ്നിക്കേഴ്സിന് ഓർമ്മ വരുന്നില്ല. ഇതേപോലെ ഒരു കമ്പനീനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സംഭവമാണ് ടാഗ് ലൈനും അഡ്വർടൈസ്മെന്റ് ജിംഗിളും ഒക്കെ. ജിംഗിളുടെ വ്യത്യാസം എന്താ വെച്ചാൽ അതിൽ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ടാവും. ജിംഗിൾസിൽ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ടാവും. അതാണ് ജിംഗിളിന്റെ ടാഗ് ലൈനിന്റെ തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പോയിന്റ്സ് ടു റിമെമ്പർ, എന്തൊക്കെയാണ് ടാഗ് ലൈനിന്റെ ഇമ്പോർട്ടൻസ്. ഈസി ടു റിമെമ്പർ, നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റണം. രണ്ടാമത്തെ എന്താ? ഷോർട്ട് ആൻഡ് പവർഫുൾ. ഷോർട്ട് ആയിരിക്കണം, നമ്മുടെ മെമ്മറിയിൽ കയറുന്ന ഒരു സംഭവമായിരിക്കണം. ഓക്കെ, നിങ്ങൾ ടാഗ് ലൈൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് യൂസർ ഇൻ അഡ്വർടൈസ്മെന്റ്. ഇത് പരസ്യത്തിൽ വരുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന മൈൻഡിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നാലാമത്തെ എന്താണ്? മെന്റ് ടു അട്രാക്ട് അറ്റൻഷൻ, അതായത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അല്ലെ. വിശക്കുമ്പോൾ നിങ്ങളല്ലാതോന്നോ ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ് പറയാറില്ലേ? യെസ്, അപ്പൊ അതൊക്കെ എന്താണ്? ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്മോൾ സെന്റൻസ് ദാറ്റ് മേക്സ് പീപ്പിൾ റിമെമ്പർ എ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് അല്ലെ. അതായത് ഉദാഹരണം എന്താ? ഫോർ എൻ എക്സാമ്പിൾ നൈക്കിന്റെ അത് നോക്കിയേ, ജസ്റ്റ് ഡു ഇറ്റ് അല്ലെ. നൈക്കിന്റെ ടാഗ് ലൈൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഇത് എന്താണ്? എൻകറേജസ് പീപ്പിൾ ടു ടേക്ക് ആക്ഷൻ വിത്തൗട്ട് എക്സ്ക്യൂസസ്. വൈ പവർഫുൾ, ഭയങ്കര ഷോർട്ടാണ്, മോട്ടിവേറ്റിംഗ് ആണ്, പവർഫുൾ ആണ് ആൻഡ് ഭയങ്കര എൻകറേജിങ് ആണ് അല്ലെ. അപ്പൊ ഇതുപോലത്തെ ടാഗ് ലൈൻസ് ആണ് എന്ത് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. മക്കളെ മറന്നു പോരുത്. കഴിഞ്ഞ ടാഗ് ലൈന് 2 ടാഗ് ലൈനിന് 4 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്, വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ, ഈ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ആണെങ്കിലും 2 മാർക്കോ 3 മാർക്കോ 4 മാർക്കോ ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ആയിട്ട് ഒന്ന് എഴുതിയാൽ 4 മാർക്ക് കിട്ടിയെങ്കിൽ, 3 മാർക്ക് കിട്ടിയെങ്കിൽ, 2 മാർക്ക് കിട്ടിയെങ്കിൽ വെറുതെ മിസ്സാക്കണോ? വേണ്ട. ഓക്കെ, മക്ഡൊണാൾഡ്സിന്റെ ടാഗ് ലൈൻ നോക്കിയേ, ഐ ആം ലവിങ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇത് തിങ്ക് ഡിഫറെന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോറിയൽ എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് പരിചയമുള്ള ഒരു, പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ പരിചയമുള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് ആണല്ലോ. എനിക്കൊന്ന് ബ്രാൻഡ് അംബാസഡർ കരീന കപൂറോ അങ്ങനെ ആരോ തോന്നുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് യു വർത്ത് ഇറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇൻ ഓർഡർ ടു യെസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദ എക്കോ ഫ്രണ്ട്ലി ടൂറിസം പ്രൊജക്ട് ഓഫ് യുവർ ലൊക്കാലിറ്റി യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ 2 engaging catchy rhythm and rhythmic sentences suitable for advertisement jingles. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസിനെ കുറിച്ചാണ്. ടാഗ് ലൈൻ്റെ കഴിഞ്ഞു കേട്ടോ. ടാഗ് ലൈൻ്റെ എക്സാമ്പിൾ ഒക്കെ മനസ്സിലായല്ലോ, പേടിക്കേണ്ട. ടാഗ് ലൈൻ്റെ എക്സാമ്പിൾ മനസ്സിലായി. ടാഗ് ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു നോട്ടിന്റെ ലാസ്റ്റ് നമ്മൾ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എന്ന് സിമ്പിൾ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആൻ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഈസ് എ ഷോർട്ട് catchy song or musical line, അതിന് BGM ഉണ്ടാവും, മ്യൂസിക്കൽ ലൈൻ ഉണ്ടാവും. യൂസ് ഇൻ അഡ്വർടൈസ്മെന്റ് ടു പ്രൊമോട്ട് എ പ്രൊഡക്റ്റ് ഓർ കമ്പനി. മ്യൂസിക് എന്ന് നമ്മൾ എഴുതുമ്പോൾ മ്യൂസിക് ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം ആൻഡ് മോസ്റ്റ് യൂസ്വലി ഇൻ അഡ്വർടൈസ്മെന്റ് ടു മേക്ക് പീപ്പിൾ റിമെമ്പർ എ പ്രൊഡക്റ്റ് ഈസിലി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് ലൈനും പ്രൊമോഷണൽ ടാഗ് ലൈനും അഡ്വർടൈസ്മെന്റ് ജിംഗിളും രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ 2 ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരേ രീതിയിൽ എഴുതിയാൽ മതി അല്ലേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് കുറച്ച് മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ ആ മ്യൂസിക് ഒക്കെ വെച്ചൊരു കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഇതെന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ജിംഗിൾ ഈസ് എ സ്മോൾ സോങ് ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ റിമെമ്പർ എ പ്രൊഡക്റ്റ് ഈസിലി. ഇപ്പം എക്സാം പേപ്പറിൽ നമുക്ക് ജിംഗിൾ എഴുതാൻ പറ്റില്ല, മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മ്യൂസിക് ഉണ്ടാവുന്ന ഓർമ്മ വേണം നമുക്ക്. 1, 2 റൈമിംഗ് ആയിരിക്കണം. ഓക്കെ, ഈ ടാഗ് ലൈൻ ആണെങ്കിലും ജിംഗിൾ ആണെങ്കിലും ഭയങ്കര റൈമിംഗ് ആയിരിക്കണം. ഉദാഹരണത്തിന് യെസ്,
സ്മാർട്ട് വേസ്റ്റ് കളക്ടറിന് നിങ്ങൾക്ക് ഗോ ഗ്രീൻ ഗോ ക്ലീൻ എന്ന് കൊടുക്കാം അല്ലെ. പച്ചപ്പിലേക്ക് പോകൂ, പച്ചപ്പിലേക്ക് പോകണമെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടേ പോകും അല്ലെ. ഗോ ഗ്രീൻ ഗോ ക്ലീൻ. കേൾക്കാൻ ഒരു ഈണവും താളവും ഒക്കെ അല്ലേ, അതാണ് റൈമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഈസി ടു സിംഗ്, പാടാൻ എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് വാഷിംഗ് പൗഡർ നിർമ്മ, യെസ് വാഷിംഗ് പൗഡർ നിർമ്മ അല്ലെ, പാടാൻ എളുപ്പമാണ്. നാലാമത്തത് സ്റ്റേസ് ഇൻ മൈൻഡ് ഫോർ ലോങ് ടൈം, കുറെ നേരം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരിതാണ് അല്ലെ വാഷിംഗ് പൗഡർ നിർമ്മയാണെങ്കിലും. അങ്ങനെ അപ്പം ഏതൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയാൻ മതി അല്ലേ. അപ്പം അതൊക്കെയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ കുറെ നേരം നിൽക്കും. അടുത്തത് അതിന് എക്സാമ്പിൾ യെസ് മെക്ഡൊണാൾഡ്സിന്റെ ആം ലവിങ് ഇറ്റ്, അതും എന്താണ് അഡ്വർടൈസ്മെന്റ് ജിംഗിളിന്റെ എക്സാമ്പിൾ ആണ്. കൊക്കക്കോള നോക്കുക, കൊക്കക്കോള ആൻഡ് ദ ടേസ്റ്റ് ദ ഫീലിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു മ്യൂസിക് ഉണ്ട്, അതും എന്താണ് എക്സാമ്പിൾ ആണ്. ഇനി ബ്രിട്ടാനിയന്റെ ഈറ്റ് ഹെൽത്തി തിങ്ക് ബെറ്റർ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഒക്കെ ഓർമ്മയില്ലേ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റും പല ഐറ്റംസും ഉണ്ട് അല്ലെ, അതിന്റെ ഒക്കെ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ആണ് തന്നിരിക്കുന്നത്. അടുത്തത് നിർമ്മ, ഞാൻ പറഞ്ഞ പോലെ നിർമ്മ വാഷിംഗ് പൗഡർ നിർമ്മ, ഓർമ്മയുണ്ടോ? യെസ്, അപ്പം അതിന്റെ ഒരു ജിംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, ഒന്ന് പോസ് ചെയ്ത് ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ആൻസേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കം ആൻഡ് സീ അവർ ലാൻഡ് സോ ഗ്രീൻ, കീപ് ഇറ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ആൻഡ് ക്ലീൻ. ഓക്കെ, ഇതെന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ മീനിങ് ആണ് കേട്ടോ. അതായത് യെസ് ഷോർട്ട് ആണ്, ഈസി ടു റിമെമ്പർ ആണ്, റിതമിക് ക്ലിയർ ഇൻ മീനിങ് ആണ് കേട്ടോ. അപ്പം യെസ്. ഓക്കെ, അടുത്ത നോക്കാം. രണ്ടാമത്തത് ഇത് എല്ലാം ആൻസേഴ്സ് ആണ് കേട്ടോ. ഇത് ഒരു ആൻസർ ആണ്, ഇത് രണ്ടാമത്തെ ആൻസർ ആണ്, ഇത് മൂന്നാമത്തെ ആൻസർ ആണ്, നാലാമത്തെ. അങ്ങനെ 4 ആൻസേഴ്സ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ട്രാവൽ സ്മാർട്ട്, പ്ലേ യുവർ പാർട്ട്, സേവ് അപ്പ് യു നേച്ചർ ഫ്രം ദ സ്റ്റാർട്ട്. ഓക്കെ, ഒരു ഇട്ട് കണ്ടോ, അതാണ് റൈമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വിസിറ്റ് ഓർ ഹിൽസ്, റിവേഴ്സ് ആൻഡ് സീ, ട്രാവൽ ഗ്രീൻ ആൻഡ് കീപ് ദ ഫ്രീ. ഒക്കെ ഇവിടെ ഫ്രീ ഒക്കെ റൈമിംഗ് വരുന്നുണ്ടോ, അതുപോലെ റൈമിംഗ് ആക്കാൻ വേണ്ടി നോക്കുക. ക്ലീൻ, ഗ്രീൻ, ഓർ വില്ലേജ് ബ്രൈറ്റ്, എക്കോ ടൂറിസം ഡൺ ദ റൈറ്റ്. കണ്ടോ, ഒരു റൈമിംഗ് വരുന്നുണ്ടോ? അപ്പൊ ഇതേപോലെ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ആണെങ്കിലും പ്രൊമോഷൻ ടാഗ് ലൈൻ ആണെങ്കിലും ഒരേപോലത്തെ റൈമിംഗ് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇനി മാക്സിമം റൈമിംഗ് കിട്ടാൻ വേണ്ടി നോക്കുക. ഓക്കെ, 4 റൈമിംഗ് വേർഡ്സ് ഒന്നും വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ് 2 എണ്ണെങ്കിലും ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതുമ്പോൾ 2 എണ്ണെങ്കിലും 2 റൈമിംഗ് വേർഡ്സ് എങ്കിലും അടുത്തടുത്ത് വെച്ചിട്ട് റൈമിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഈണവും താളവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ഫേമസ് എക്സാമ്പിൾസ് വീണ്ടും തന്നിട്ടുണ്ട്. കൊക്കക്കോളന്റെ ടേസ്റ്റ് ദ ഫീലിംഗ്, ഷോർട്ട് ആൻഡ് ഇമോഷണൽ അല്ല. ഓക്കെ, ടേസ്റ്റ് ദ ഫീലിംഗ്. ഓക്കെ, കൊക്കക്കോളന്റെ ജിംഗിളിന് എക്സാമ്പിൾ ആണ് ടേസ്റ്റ് ദ ഫീലിംഗ്. പിന്നെന്താ ഉള്ളത്? യെസ്, കാഡ്ബറിന്റെ കുച്ച് മീഠാ ഹോ ജായേ അല്ലേ, ഈറ്റ് സംതിങ് സ്വീറ്റ് അല്ലെ, ഇംഗ്ലീഷിൽ ഈറ്റ് സംതിങ് സ്വീറ്റ് ആണ് കേട്ടോ. ലെറ്റ്സ് ഹാവ് സംതിങ് സ്വീറ്റ് ആണ് കേട്ടോ. അടുത്തത് അമുൽ അത്തർലി ബട്ടർലി ഡിലീഷ്യസ്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ബ്രിട്ടാനിയന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു. മാഗിന്റെ ജിംഗിളാണ് 2 minute noodles അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു എവരിബഡി.